ഹലോ നമസ്കാരം. നമ്മൾ അടുത്ത ടർക്കിയുടെ നമ്മൾ എഗ് വരെയൊക്കെ പഠിച്ചു, ഹൗസിങ്ങും ഒക്കെ പഠിച്ചു കഴിഞ്ഞു ടർക്കിയുടെ. ഇനി നമ്മൾ മെയിൻ പോയിന്റ് അടുത്ത എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരിനാണ് സെക്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ മെയിലും ഫീമെയിലും തമ്മിലുള്ള സെക്സ് വ്യത്യാസം എങ്ങനെയാണെന്നുള്ളതാണ്. ഡക്കിനെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ചോദിക്കുക. ഡക്കോ ടർക്കിയോ കൊയിലോ, ഇതിലെ സെക്സ് ഡിഫറൻസ് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് മെയിലിൻ്റെ ടർക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെയിൽ ഈസ് ഹെവിയർ ദാൻ ഫീമെയിൽസ്. അതായത് മെയിലാണ് എന്ത് ചെയ്യുന്നത്, ഫീമെയിലിനെയും കാട്ടിൽ കാണുന്നില്ല, മെയിലും ഫീമെയിലും ടർക്കി എന്ന് കാണിച്ചിരിക്കുന്നത്. മെയിലാണ് വലുത്. പിന്നെ അതുപോലെ തന്നെ ഈ മച്ചുർ മെയിലിന് ഒരു ബ്ലാക്ക് ബിയേർഡ് ബിലോ ദ നെക്ക് ഇൻ ദ അപ്പർ ബ്രസ്റ്റ് റീജിയൻ. അപ്പർ ബ്രസ്റ്റ് റീജിയനകത്ത് ഇതിന് ബ്ലാക്ക് ബിയേർഡ്, അതായത് ബിയേർഡ് മീൻസ് എന്താണ്, പിന്നെ താടി പോലെ ഉണ്ടാവും ബിലോ ദ നെക്കിൻ്റെ താഴെയായിട്ട്. ശ്രദ്ധിച്ചോ, മെയിലിന് എന്തുണ്ട്, ഒരു താടിയുണ്ട്, കാണുന്നുണ്ടോ, താടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പർ ബ്രസ്റ്റ് റീജിയനിലായിട്ടാണ് കാണുന്നത്. അതാണ് മെയിലിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നിങ്ങൾ ഈ രണ്ടാമത്തെ പിക്ചർ കാണുന്നുണ്ടോ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പിക്ചറിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൽ ഏറ്റവും ഡ്യൂബിൽ ഓർ സ്നൂഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ, ബീക്കിൻ്റെ താഴെയുള്ള സ്നൂഡ്, SNOD സ്നൂഡ്, എല്ലാവരും കണ്ടില്ലേ? ബീക്കിന് താഴെയായിട്ടുള്ള സ്ട്രക്ചർ, തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ടില്ലേ? അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, സ്നൂഡ് അല്ലെങ്കിൽ ഡ്യൂബിൽ എന്ന് പറയും. DWBALL, ഡ്യൂബിൽ ഓർ സ്നൂഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലഷി അപ്പൻഡേജ് ആണ് നിയർ ദ ബേസ് ഓഫ് ദ ബീക്ക്, അല്ലേ? ഫ്ലഷി ആയിട്ട് കാണുന്നതാണോ, അതായത് മാംസത്തിൻ്റെ പോലെ കാണുന്നതാണ്. ഇറ്റ് ഈസ് നിയർ ദ ബേസ് ഓഫ് ദ ബീക്കിൻ്റെ ബേസിലായിട്ട് കാണുന്നതാണ്, അല്ലേ? അടിയിലായിട്ട് കാണുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഈ ഡ്യൂബിൽ ഓർ സ്നൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലാർജ്. ഇത് സാധാരണ ലാർജ് ആണ്. പ്ലംബ് ആൻഡ് ഇലാസ്റ്റിക് ഇൻ മെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്, പ്ലംബ് എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ഇത് ഫ്ലഷി ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലാസ്റ്റിക് ആണ്. മെയിലിൽ എങ്ങനെയാണുള്ളത്, ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ അറിയാലോ, കുറച്ച് വലിയുന്ന ടൈപ്പാണ്. അതാണ് മെയിലിലെ പ്രത്യേകത. ഇനി ഇറ്റ് ഈസ് പക്ഷേ ഫീമെയിൽസിൽ എന്താണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെയിലിൽ ഒന്നും കൂടെ പറയാം, ഡ്യൂബിൽ ഓർ സ്നൂഡ് എന്ന് പറയുന്നത് എന്താണ്, ലാർജാണ്, വലുതാണ്, പ്ലംബ് ആൻഡ് ഇലാസ്റ്റിക് ആണ്. പക്ഷേ ഫീമെയിലിൽ നേരെ തിരിച്ചാണ്. ഈ സ്നൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് സ്മോൾ, ചെറുതാണ്, തിന്നെന്ന് വെച്ചാൽ അറിയാലോ, കനം കുറഞ്ഞിട്ടാണ്. ആൻഡ് നോൺ ഇലാസ്റ്റിക് ഇൻ ഫീമെയിൽസ്, നേരെ തിരിച്ചാണ്. ഫീമെയിലിൽ നേരെ തിരിച്ചാണ്, മെയിലിലാണ് ഈ സ്നൂഡ് നല്ല വലുതായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദർ ഈസ് എ റെഡ് ഫ്ലഷി പ്രൊട്ടൂബറൻസസ് കോൾഡ് കാരങ്കിൾസ് ആർ വെൽ ഡെവലപ്ഡ് ഇൻ മെയിൽസ്. നിങ്ങൾ കാണുന്നുണ്ടോ, ഈ താഴെയായിട്ട് കാണുന്ന റെഡ് കളറിൽ കഴുത്തിൻ്റെ അവിടെ കാണുന്നുണ്ടോ, എന്താണ് അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, കാരങ്കിൾസ്. നമ്മൾ കാരങ്കിൾസ് വേറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്, അതും ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. റെഡ് ഫ്ലഷി പ്രൊട്ടൂബറൻസസ് എന്ന് വെച്ചാൽ എന്താ, റെഡ് കളറിലുള്ള ഫ്ലഷി എന്ന് പറയുന്ന മാംസം പോലെയുള്ള, പ്രൊട്ടൂബറൻസസ് എന്ന് വെച്ചാൽ എന്താണ്, പൊങ്ങി നിൽക്കുന്ന, അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ കാരങ്കിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ മെയിൽസ്. മെയിലിൽ എന്താണ്, ഇത് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഈ ബോത്ത് സെക്സസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ വെൻറ്റ് സിസ്റ്റം ഓഫ് സെക്സിങ് അറ്റ് ദ ടൈം ഓഫ് ഹാച്ചിങ്. അതായത് നമ്മൾ വെൻറ്റ് സിസ്റ്റം വഴിയിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ 4 പോയിൻറ്റ്സാണുള്ളത്. ഒന്നും കൂടെ പറയാം. ഇതിനകത്ത് എന്താണ്, മെയിൽ ടർക്കിയും ഫീമെയിൽ ടർക്കിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിനകത്ത് മെയിൽസ് ആർ ഹെവിയർ ദാൻ ഫീമെയിൽസ്, മെയിലിനാണ് വെയിറ്റ് കൂടുതൽ. മനസ്സിലായില്ലേ? പിന്നെന്താണ് പ്രത്യേകത, മച്ചുർ മെയിലിന് എന്തുണ്ട്, ബ്ലാക്ക് ബിയേർഡ്, അതായത് നെക്കിൻ്റെ താഴെയായിട്ട് ഒരു കറുത്ത കളറിലുള്ള താടിയുണ്ട്, ഇൻ ദ അപ്പർ ബ്രസ്റ്റ് റീജിയനിലായിട്ട് കാണുന്നു. പിന്നെ അടുത്ത എന്താണ്, മെയിലിൻ്റെ ബീക്കിൻ്റെ താഴെയായിട്ട് നിങ്ങൾ നോക്കിക്കേ, ബേസ് ഓഫ് ദ ബീക്കിനകത്ത് എന്താണ്, ദർ ഈസ് എ ഫ്ലഷി അപ്പൻഡേജ്, ഇറ്റ് ഈസ് കോൾഡ് എന്താണ്, ഡ്യൂബിൽ ഓർ സ്നൂഡ് എന്ന് പറയും. അതെന്ന് പറയുന്നത് എന്താണ്, മെയിലിൽ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ലാർജ്, പ്ലംബ് ആൻഡ് ഇലാസ്റ്റിക് ആണ്. ഫീമെയിലിൽ എന്താണ്, ഇറ്റ് ഈസ് സ്മോൾ, തിൻ ആൻഡ് നോൺ ഇലാസ്റ്റിക്. പിന്നെ അതുപോലെ തന്നെ ദർ ഈസ് എ റെഡ് ഫ്ലഷി പ്രൊട്ടൂബറൻസസ് കോൾഡ് കാരങ്കിൾസ്, ദേ ആർ വെൽ ഡെവലപ്ഡ് ഇൻ മെയിൽസ്. മെയിലിലാണ് ഈ റെഡ് ഫ്ലഷി അപ്പിയറൻസ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ ബോത്ത് സെക്സസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ, എന്ത് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ ദ വെൻറ്റ് സിസ്റ്റം ഓഫ് സെക്സിങ് അറ്റ് ദ ടൈം ഓഫ് ഹാച്ചിങ് വഴിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു ഡിസീസും കൂടെ പഠിക്കാനുണ്ട്. ടർക്കിയുടെ ഡിസീസസിനകത്ത് പറയാനുള്ളത്
ഡിസീസ്, ഒരേ ഒരു ഡിസീസ് നമുക്ക് അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് പാസ്ട്രലോസിസ് ഓർ ഫൗൾ കോളറ. അത് നമ്മൾ ചിക്കനിൽ പഠിച്ചു, ഡക്കിലും പഠിച്ചു. അപ്പോൾ ഇവിടെയും കൂടെ ആ ഒരൊറ്റ ഡിസീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർഗാനിസം ഏതാണ്? ബാക്ടീരിയ ആണ്, പാസ്ട്രല്ല മൾട്ടോസിഡ. അത് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഡൽട്ട് ബേർഡ്സ് ആണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, മോർ അഫക്റ്റഡ് ദാൻ യങ് സ്റ്റോക്ക്. പിന്നെ അതുപോലെ തന്നെ ഡിസീസ് വളരെ പെട്ടെന്ന് വരുന്നതാണ്. ഡിസീസ് ഈസ് സഡൻ ഓൺസെറ്റ് ആൻഡ് മോർട്ടാലിറ്റി മേ ബി എന്ന് പറയുന്നത് എന്താണ്? 50% ഓർ മോർ, 50% മോർട്ടാലിറ്റി. പിന്നെ അതുപോലെ തന്നെ അക്യൂട്ട് ന്യൂമോണിയ, ലങ്സിൽ അക്യൂട്ട് ന്യൂമോണിയ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അഫക്റ്റ് ചെയ്ത് ലങ്സ് എന്താണ്? ഇറ്റ് ഈസ് ബിക്കം സോളിഡ് ആൻഡ് ഡാർക്ക്. അപ്പോൾ ആ ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല കട്ടിയായിട്ട് ഡാർക്ക് കളറായിട്ട് മാറും. ലങ്സിനെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ അഫക്റ്റഡ് ഫ്ലോക്ക് മേ ബി സ്ലോട്ടഡ് ഇഫ് പോസിബിൾ, അതായത് അതിനെ സ്ലോട്ടർ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്, കാരണം ഇത് പകരുന്നത് കാരണം. അതർവൈസ് ആൻറ്റിബയോട്ടിക് തെറാപ്പി അലോങ് വിത്ത് വാക്സിനേഷൻ ഡൺ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആൻറ്റിബയോട്ടിക് തെറാപ്പി നടത്തണം, വാക്സിനേഷൻ നടത്തണം. അപ്പോൾ ഇതാണ് പാസ്ട്രലോസിസ് ഓർ ഫൗൾ കോളറ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ട് ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ലങ്സ് എന്തായിട്ട് മാറുന്നത്? ഡാർക്ക് കളറിൽ സോളിഡായിട്ട് മാറുന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഇതാണ് പാസ്ട്രലോസിസ് ഓർ ഫൗൾ കോളറ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തെയാണ് നമ്മൾ കൊയിലിലോട്ട് കിടക്കുകയാണ്. കൊയിൽ എല്ലാവർക്കും അറിയാലോ. കൊയിൽ മീൻസ് എന്താണ്? പിന്നെ കാട എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കാട എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ്, കൊയിലിനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് കൊയിലെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കൊയിൽ. അപ്പോൾ ഈ കോയിലിൻ്റെ മെയിലും ഫീമെയിലും അവിടെ നമുക്ക് ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. ഇനി അടുത്ത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് കോയിൽ റെയറിംഗ് ആണ്. നമ്മൾ അവിടെ പഠിച്ചു എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ഡക്ക് പഠിച്ചു അല്ലേ? ഡക്ക് റെയറിംഗ് പഠിച്ചു. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് കോയിൽ റെയറിംഗ് ആണ് അടുത്ത് പറയാനുള്ളത്. ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. 7 പോയിൻറ്റ്സ് ഉണ്ട്. 7 നിങ്ങൾ പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഹാവിങ് എ ഷോർട്ട് ജനറേഷൻ ഇൻ്റർവൽ. എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ജനറേഷൻ ഇൻ്റർവൽ എന്ന് വെച്ചാൽ എന്താണ്? വളരെ പെട്ടെന്ന് അടുത്ത കുട്ടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ പഠിച്ചു 18 ദിവസമാണ് അല്ലേ? ഇൻക്യുബേഷൻ പീരീഡ് 18 ദിവസമാണ്. അതായത് ഇത് 18 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുട്ട വിരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കുട്ടികൾ പെട്ടെന്നുണ്ടാവും. മറ്റേതൊക്കെയാണെങ്കിൽ 21-28 ദിവസമൊക്കെയാണ്. അപ്പോൾ ഇത് അതാണ് ഷോർട്ട് ജനറേഷൻ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 3 to 4 ജനറേഷൻസ് പെർ ഇയർ. ഒരു വർഷം എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 3-4 ജനറേഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഹാവിങ് ഏർലി മെച്യൂരിറ്റി. ഏർലി മെച്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വളരെ നേരത്തെ തന്നെ ഇത് മെച്യൂറായിട്ട് മാറുന്നുണ്ട്. ദേ വിൽ സ്റ്റാർട്ട് എഗ് പ്രൊഡക്ഷൻ ബൈ അബൌട്ട് 6 weeks ഓഫ് ഏജ്. അതായത് 6 ആഴ്ച പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടയിടാൻ പോകുന്നുണ്ട്. അത് നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തൊന്നും ഇല്ല. 20 weeks ഒക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ഇത് 6 ആഴ്ച, 6 weeks അല്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മെച്യൂരിറ്റി ആവുന്നുണ്ട്. അപ്പോഴേ മുട്ടയിടാനും തുടങ്ങുന്നുണ്ട്. അടുത്തതാണ് ലോ ഫീഡ് റിക്വയർമെൻറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ഫീഡ് റിക്വയർമെൻറ്റ് വളരെ കുറച്ച് മതി, കുറച്ച് ആഹാരം മതി. എത്ര മതി? അബൌട്ട് 25 gram ഓഫ് ഫീഡ് പെർ കോയിൽ പെർ ഡേ. അതായത് ഒരു കോയിലിന് ഒരു ദിവസം എത്ര മതി? വെറും 25 gram. 25 gram എന്ന് പറയുന്നത് ഒന്നുമില്ല, 25 gram മാത്രം മതി ഒരു ദിവസം. അടുത്തെന്താണ്? ദർ ഇസ് എ വെരി ലോ ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റ്. എന്തുകൊണ്ടാണ് ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റ് കുറവ് മതി എന്ന് പറയാൻ കാര്യം? ഇത് വളരെ ചെറുതാണ്, തീരെ ചെറുതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോഴിക്കുട്ടിയുടെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലം മതി. അതുകൊണ്ട് ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റ് മതി. 8 to 10 കോയിൽസ് ക്യാൻ ബി ഹൗസ്ഡ് ഇൻ ദ പ്ലേസ് ഫോർ 1 chicken. അതായത് ഒരു ചിക്കന് പകരമായിട്ട് നമ്മൾ എത്ര എണ്ണം ആക്കിയാൽ മതി? 8 മുതൽ 10 കോയിൽസിനെ ഹൗസ് ചെയ്യാൻ പറ്റും. ഒരു ചിക്കൻ, അതായത് ഒരു കോഴിയെ വളർത്തുന്ന സ്ഥലത്ത് നമുക്ക് എത്ര എണ്ണം വളർത്താൻ പറ്റുന്നുണ്ട്? 8 മുതൽ 10 വരെ കോയിൽസിനെ വളർത്താൻ പറ്റുന്നുണ്ട്. അടുത്ത എന്താണ്? ഹൈ റേറ്റ് ഓഫ് ലേ. ഹൈ റേറ്റ് ഓഫ് ലേ എന്ന് വെച്ചാൽ എന്താണ്? വളരെ കൂടുതലായിട്ട് നമുക്ക് മുട്ട കിട്ടുന്നുണ്ട്. 280 eggs per coil പെർ ഇയർ. അതായത് ഒരു വർഷം ഒരു കോയിലിൽ നിന്നും എത്ര കിട്ടുന്നുണ്ട്? 280, 280. മറ്റേ ടർക്കി ഡക്കൊന്നും അത്രയും നമുക്ക് കിട്ടുന്നില്ല. ചിക്കനായാലും എല്ലാ ബ്രീഡിൽ നിന്നും അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ നിന്നും എത്ര കിട്ടുന്നുണ്ട്? 280 eggs ഒരു വർഷത്തിൽ കിട്ടുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? ഏർലി മാർക്കറ്റിംഗ് ഏജ് ഫോർ മീറ്റ് പർപ്പസ്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് മീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5 weeks ഓഫ് ഏജിൽ തന്നെ മീറ്റിന് ഉപയോഗിക്കാം.
അപ്പോൾ എഗ് പ്രൊഡക്ഷനും നേരത്തെയാണ്, മീറ്റ് പ്രൊഡക്ഷനും എല്ലാം ഏർലിയാണ്. അതുകൊണ്ട് വളരെ വളരെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജാണ്. കോയിലിനെ കാടയെ വളർത്തുന്നതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഹൈ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് എഗ് ആൻഡ് മീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് എഗ് ആൻഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ന്യൂട്രീഷൻ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, കാടമുട്ട കഴിക്കുവാണെങ്കിൽ മെഡിസിനൽ വാല്യൂ ആണ്. അതായത് അസുഖമുള്ളവർക്കൊക്കെ കഴിക്കുക, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക. അതുകൊണ്ടാണ് ഹൈ ന്യൂട്രീറ്റീവ് വാല്യൂ. ന്യൂട്രിയൻസ് വളരെ കൂടുതലാണ്. എഗ്ഗിനും മീറ്റിനും ന്യൂട്രിയൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പം ഇത്രയാണ് നമ്മളുടെ പിന്നെ കോയിലിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ കോയിലിൻ്റെ ഹൗസിങ്, ഫീഡിങ് വളരെ സിമ്പിളാണ്. ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത കോയിലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് മറ്റത് പഠിച്ചതുകൊണ്ട് വളരെ സ്പീഡിൽ എടുത്ത് പോകാവുന്നതേ ഉള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇതിനകത്ത് കോയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ക്യാൻ ബി ഗ്രോൺ ബോത്ത് അണ്ടർ കേജ് ആൻഡ് ഡീപ്പ് ലിറ്റർ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ്. അതായത് കോയിൽസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കൂട്ടിലിട്ട് വളർത്താനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിനകത്ത് വളർത്താൻ പറ്റുന്നുണ്ട്. ഡീപ്പ് ലിറ്റർ എന്ന് വെച്ചാൽ എന്താ? ലിറ്റർ മെറ്റീരിയലിൽ നമുക്ക് വളർത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രൂഡിങ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ചിക്കൻ. അതായത് ചിക്കൻ്റെ അതേപോലെ തന്നെയാണ് ബ്രൂഡിങ് എന്ന് വെച്ചാൽ എന്താണ്? മുട്ട വിരിയുന്ന ഏകദേശം അതേപോലെ തന്നെയാണ്. ഇനി ഡേ ഓൾഡ് കോയിൽ 6 എത്രയാണ്? 7 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഡേ ഓൾഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ദിവസം പ്രായമായിട്ടുള്ള, അതായത് ഇത് കാടമുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന ആ ഫസ്റ്റ് ഡേയിൽ എത്രയേ ഉള്ളൂ വെയിറ്റ്? 7 ഗ്രാം. 7 ഗ്രാം എന്ന് പറയുന്നത് ഒന്നുമില്ല, വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഡ്യൂറിങ് ബ്രൂഡിങ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാട്ടർ ഷുഡ് ബി ഗിവൺ ഇൻ ഷാലോ ഡിഷസ്. അതായത് നമ്മൾ ബ്രൂഡിങ് സമയത്ത് ഫീഡേഴ്സും വാട്ടറേഴ്സും ഒക്കെ വെച്ച് കൊടുക്കുമല്ലോ, ഓർമ്മയില്ലേ? ഹോവറിന് അടിയിലായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചിക്സിൽ നമ്മൾ എന്തായിരുന്നു? പേപ്പർ വിരിച്ചിട്ട് നമ്മൾ ഫീഡേഴ്സ് വാട്ടറേഴ്സും ഒക്കെ പേപ്പറിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഷാലോ ഡിഷസിനകത്തായിരിക്കണം കൊടുക്കേണ്ടത്. ഷാലോ ഡിഷസ് എന്ന് വെച്ചാൽ എന്താണ്? അധികം കുഴിഞ്ഞിട്ടില്ലാത്ത ഇച്ചിരി ഒരു പൊക്കത്തിലുള്ള, അതായത് ഒരുപാട് കുഴിഞ്ഞ് നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന പോലെ ആവരുത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇത് വളരെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. സോ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ കോയിൽ 6 ഫ്രം ഡ്രൗണിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രൗണിങ് മീൻസ് എന്താണ്? മുങ്ങിച്ചാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ വെള്ളത്തിനകത്ത് അതങ്ങ് വീണു പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാലോ ഡിഷസിനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണമെന്ന്. ഇനി ഫ്ലോർ സ്പേസ് റിക്വയർമെൻറ്റ് എത്രയാണ് വരുന്നത്? 75 സെൻറ്റിമീറ്റേഴ്സ് പെർ ചിക്ക് അണ്ടർ ദ ഹോവറിനടിയിലായിട്ട് 75 സെൻറ്റിമീറ്റർ സ്ക്വയറും, അതുപോലെ തന്നെ റൺ സ്പേസിൽ എത്രയാണ് വരുന്നത്? 75 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ഇനി കോയിൽസ് റീച്ച് സെക്ഷൽ മെച്യൂരിറ്റി ആയിട്ട് അറൗണ്ട് 6 വീക്സ് ഓഫ് ഏജ്. അതായത് സെക്ഷൽ മെച്യൂരിറ്റി എത്ര പ്രായത്തിലാണ് ഇവർ സെക്ഷലി മെച്യൂർ ആവുന്നത്? 6 ആഴ്ച പ്രായമാകുമ്പോഴത്തേനാണ്. അപ്പോഴതിന് എത്ര വെയിറ്റാണ് ഉണ്ടാവുന്ന? 150 ഗ്രാം. ജനിച്ചപ്പോൾ 7 ഗ്രാമേ ഉള്ളൂ. 6 ആഴ്ച പ്രായമാകുമ്പോഴത്തേനാണ് നമ്മൾ പറഞ്ഞു മുട്ടയിടുന്ന കാര്യങ്ങളും മീറ്റ് ഉണ്ടാവുന്നതെന്നൊക്കെ പറയുന്നു. അതായത് സെക്ഷൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോഴത്തേന് വെയിറ്റ് എത്രയേ ഉള്ളൂ? 150 ഗ്രാം മാത്രമേ ഉള്ളൂ. ഇനി അഡൽറ്റ് കോയിൽസ് ക്യാൻ ബി ഹൗസ്ഡ് ഇൻ മൾട്ടി ബേർഡ് കോളനി കേജസ് പ്രൊവൈഡിങ് എ ഫ്ലോർ സ്പേസ് ഓഫ് 150 to 200 സെൻറ്റിമീറ്റർ സ്ക്വയർ ബേർഡ്. അപ്പം അഡൽറ്റ് കോയിൽസിനെ നമുക്ക് എങ്ങനെയാണ്? മൾട്ടി ബേർഡ് കോളനിയിലായിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഫ്ലോർ സ്പേസ് എത്രയാണ് വരുന്നത്? 150 to 200 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ബേർഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. പിന്നെ അടുത്ത ഫോട്ടോ പീരീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോട്ടോ പീരീഡ് നമ്മൾ 16 to 17 അവേഴ്സൊക്കെ പറഞ്ഞു. ഇവിടെ എത്രയാണ് വരുന്നത്? 16 അവേഴ്സാണ് ഇതിനകത്തുള്ള ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ഏകദേശം ചിക്കൻ്റെ അതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ഫോർ ദ ഗുഡ് എഗ് പ്രൊഡക്ഷൻ. ഇനി മോസ്റ്റ് ഓഫ് ദ എഗ്സ് ആർ ലെയ്ഡ് ബിറ്റ്വീൻ 3 to 7 PM. അതായത് എഗ്സ് സാധാരണ മുട്ടയിടുന്നത് എത്ര മണിക്കാണ്? 3 to 7 PM. അതായത് വൈകിട്ട് 3 മുതൽ 7 മണിയുടെ ഇടയിലാണ് എഗ്സ് ഇടുന്നത്. കോയിൽ എഗ്സിൻ്റെ വെയിറ്റ് എത്രയേ ഉള്ളൂ? അറൗണ്ട് 10 ഗ്രാം. വെറുതെ 10 ഗ്രാം. അതായത് വളരെ വളരെ ചെറിയ മുട്ടയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? 10 ഗ്രാം മുട്ടയുള്ളൂ. 10 ഗ്രാം മാത്രമേ ഉള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്യുബേഷൻ പീരീഡ് എല്ലാവർക്കും അറിയാലോ, 18 ഡേയ്സ്, 18 ദിവസമാണുള്ളത്. ഇനി എഗ്സ് ഹാവ് എ വെറൈറ്റി ഓഫ് കളർ പാറ്റേൺ വിത്ത് വൈറ്റ് ഓർ ബഫ് മോട്ടിൽഡ് വിത്ത് ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് ബ്ലൂ. ഇനി മുട്ടയുടെ കളർ നിങ്ങൾ കാടമുട്ട കണ്ടിട്ടില്ലേ? എന്താണ്? വെറൈറ്റിയാണ്, കളർ പാറ്റേൺ ഉണ്ട്. ഒരു കളർ മാത്രമല്ല, പിന്നെന്താണ്? വൈറ്റ്, വെള്ള കളർ, ഓർ ബഫ് മോട്ടിൽഡ് വിത്ത് ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് ബ്ലൂ. അതായത് ഇങ്ങനെ മോട്ടിൽഡ് എന്ന് വെച്ചാൽ കുത്തുകുത്തായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് ബ്ലൂവിൻ്റെ ഒരു കുത്തുകുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത പ്രത്യേകത എന്താണ്? എഗ്ഷെൽ ഈസ് വെരി തിൻ.
വെരി തിൻ, വളരെ വളരെ കട്ടി കുറവാണ് ഷെല്ലിന്, ദെർഫോർ ബ്രേക്സ് ഈസിലി, വളരെ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. ദെൻ ഗുഡ് ഫെർട്ടിലിറ്റി ക്യാൻ ബി ഒബ്റ്റൈൻഡ് വിത്ത് എ മെയിൽ ഫീമെയിൽ റേഷ്യോ 1:2 or 3. ഫെർട്ടിലിറ്റി നമ്മൾ കിട്ടുന്നത് എപ്പോഴാണ്? മെയിൽ ഫീമെയിൽ റേഷ്യോ 1:2 or 3 ആണെങ്കിലാണ് ഗുഡ് ഫെർട്ടിലിറ്റി കിട്ടുന്നത്. അതായത് ഒരു മെയിലിന് 2 or 3 ഫീമെയിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ നല്ല ഫെർട്ടിലിറ്റി കിട്ടുന്നത്. ദെൻ ഓപ്റ്റിമം ഫെർട്ടിലിറ്റി ഈസ് ഒബ്റ്റൈൻഡ് വെൻ ദ ഏജ് ഓഫ് ബ്രീഡിംഗ് ഫ്ലോക്ക് 6 months or less. നല്ല ഫെർട്ടിലിറ്റി കിട്ടുന്നത് എപ്പോഴാണ്? 6 മാസം അല്ലെങ്കിൽ അതിൽ കുറവാകുമ്പോഴത്തേനാണ് ഓപ്റ്റിമം ഫെർട്ടിലിറ്റി കിട്ടുന്നത്. അടുത്ത നെക്സ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണ്. ഇതെല്ലാം ഞാൻ ഓടിച്ചു വിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനും ഇതും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വായിച്ച് വിടുക, അത്രയേ ഉള്ളൂ. ഫീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോയിൽ 6ന് സാധാരണ എത്ര പെർസെൻറ്റേജ് ആണ്? 27% പ്രോട്ടീനാണ് മാഷ് കണ്ടെയ്നിങ് അപ് ടു ദ എൻഡ് ഓഫ് ദ 3 weeks ഓഫ് ഏജ്. അതായത് 3 ആഴ്ച പ്രായമാവുന്നവർ 27% പ്രോട്ടീൻ ഉള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. പിന്നെ 4th weeks ഓഫ് ഏജ്, അതായത് 4ാമത്തെ ആഴ്ച തൊട്ട് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടുന്നത്? 24% പ്രോട്ടീനാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫ്രം 6th week എന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റിപ്പോയി. 24% പ്രോട്ടീനാണ് 4th week ഓഫ് ഏജിനകത്ത് കൊടുക്കേണ്ടത്. ഇനി ലെയർ കോയിൽസിനാണെങ്കിലോ ഇറ്റ് ഈസ് ഫോർ ദ ലെയർ കോയിൽസിന് 22% പ്രോട്ടീൻ. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. ലെയറിന്, അതായത് മുട്ടയിടുന്ന കോഴികൾക്ക് എത്രയാണ് വേണ്ടുന്നത്? 22% പ്രോട്ടീൻ ഫ്രം ദ 6th week ഓഫ് ഏജ്. 22% പ്രോട്ടീൻ. അപ്പോൾ ഒന്ന് കുട്ടികൾക്ക് എത്ര കൊടുക്കണം? 27% പ്രോട്ടീൻ കൊടുക്കണം. പിന്നെ 4 ആഴ്ച തൊട്ട് 26% കൊടുക്കണം. ലെയേഴ്സിനാണെങ്കിൽ 22%. ഇനി ഫീഡ് റിക്വയർഡ്, അതായത് 5 weeks ഓഫ് ഏജ് വരെ ഫീഡ് എത്രയാണ് വേണ്ടത്? 400 gram per chick എന്നുള്ള രീതിയിലാണ് 5 weeks ഓഫ് ഏജ് വരെ കൊടുക്കേണ്ടുന്നത്. അഡൽറ്റ് കോയിൽസിന് എത്രയാണ്? റിക്വയർ അബൌട്ട് 25 gram ഫീഡ് പെർ ഡേ. അഡൽറ്റ് കോയിൽസിന്, അതായത് പ്രായമുള്ള കോയിൽസിന് എത്രയാണ്? 25 gram ഫീഡ് പെർ ഡേ എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് 400 gram per ചിക്കും 25 gram ഫീഡ് പെർ ഡേ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത കോയിൽ 6ന് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പിന്നെ കോയിൽസിൻ്റെ സെക്സ് ഡിഫറൻസ്, മെയിലും ഫീമെയിലും ഉള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.